മോണിറ്ററിങ് അറേഞ്ച്മെൻറ്റ് ഇത് പ്രോജക്റ്റ് ഫിനാൻസിലൊക്കെ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. ഇത് പഠിക്കാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ തന്നെ പറഞ്ഞു തരാം. എനിക്കൊരു പച്ചക്കറി ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഞാൻ തുടങ്ങി. അങ്ങനെ ആവശ്യമുള്ള കടകളിലും സ്ഥാപനങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും എല്ലാം കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അതും ഹോൾസെയിൽ വിലയ്ക്ക് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്ക് തോന്നി അതിന് വേണ്ടി ഒരു വണ്ടി മേടിക്കണം. എനിക്ക് പോകാൻ വണ്ടിയില്ല. അപ്പോൾ വലിയൊരു പച്ചക്കറി കടയൊക്കെ തുടങ്ങുമ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനൊരു വെയർഹൗസ് ആവശ്യമാണ്. ഇതിന് വേണ്ടി എനിക്ക് എന്ത് വേണം? കാശ് വേണം. കാശ് വേണമെങ്കിൽ ലോൺ എടുക്കണം. അങ്ങനെ ഒരു 60 ലക്ഷത്തിൻ്റെയൊക്കെ ലോണിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ക്രെഡിറ്റ് മോണിറ്ററിങ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഒരു ബിസിനസ് ഒരു വലിയ വായ്പ ആവശ്യപ്പെടുമ്പം ബാങ്ക് അതിൻ്റെ പഴയ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെ വരാനിരിക്കുന്നത് എങ്ങനെ ആയിരിക്കുമെന്നും എന്നൊക്കെ വിശദമായി നോക്കുന്നതും ആവശ്യപ്പെടുന്നൊരു റിപ്പോർട്ടാണ് ക്രെഡിറ്റ് മോണിറ്ററിങ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു 1988 ഇത് തുടങ്ങിയത്. അതിന് മുമ്പ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം എന്നായിരുന്നു പറയുന്നത്. 1965